മഹാരാജ കണ്ടു മക്കളെ, എന്നാ ഒരു കിടിലം പടമാണ്. നമ്മൾ മൈൻഡ് ബ്ലോയിങ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഈ വാക്കൊന്നും ഉപയോഗിച്ചപ്പോൾ പുതുതായിട്ട് ഏതെങ്കിലും വേർഡ്സ് കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇതിന്റെ നറേഷൻ ആയാലും അതുപോലെ സ്ക്രീൻ പ്ലേ ആയാലും എല്ലാം കിടിലം തന്നെയാണ്. ഫുൾ ക്രെഡിറ്റ്സ് കൊടുക്കേണ്ട ഇതിന്റെ ഡയറക്ടറൊക്കെ തന്നെയാണ്. ചില സീൻസ് നമ്മൾ പറയില്ലേ, ഫ്രെയിം സ്പീക്സ് എന്ന് പറയില്ലേ, ഈ മറ്റേ അനുരാഗ് കശ്യപ് ആ കുട്ടിയുടെ കാലിൽ ഉമ്മ വെക്കുന്ന ഒരു സീൻ, അത് കഴിഞ്ഞപ്പോ മറ്റേ ലോക്കറ്റ് കാലിന്റെ ഷേപ്പിൽ, അതേപോലെ തന്നെ അവസാനം ഈ കാൽപാദത്തിൽ പോയിട്ടാണ് ഈ ബ്ലഡും അതുപോലെ ലോക്കറ്റ് ഒക്കെ വീണത്. എങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. പെർഫോമൻസ് വെച്ച് എല്ലാവരും അടിപൊളി പെർഫോമൻസ് തന്നെയാണ്. വിജയ് സേതുപതി, പെർഫോമർ വിജയ് സേതുപതി ഈസ് ബാക്ക് നമുക്ക് പറയാം. ഇതാണ് വിജയ് സേതുപതി 50ാമത്തെ പടം. ശരിക്കും അരൺമന 4 ആവേണ്ടതാണ്. നന്നായി അതിൽ അഭിനയിക്കാതിരുന്നത്. അഭിരാമി ആയാലും പിന്നെ ഇതിൽ നല്ല ശിവൻ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഒരാളുണ്ടായിരുന്നു. അയാൾ നമുക്ക് കൈ കിട്ടി തല്ലിക്കൊല്ലാൻ അങ്ങനെയായിരുന്നു ആളുടെ പെർഫോമൻസ്. അതുപോലെ അനുരാഗ് കശ്യപ് ഇങ്ങനത്തെ റോൾസ് ആണ് മൂപ്പര് ചെയ്യേണ്ടത്. അല്ലാതെ ലിയോയിൽ പോയിട്ട് തണ്ണിക്കാൻ പോട വന്ന ആളാവല്ല ചെയ്യേണ്ടത്. കുറെ വയലൻസ് ഉണ്ട് ഈ സിനിമയിൽ. പക്ഷെ ഇത് തിയേറ്ററിൽ മിസ് ചെയ്തതിന്റെ ഏറ്റവും വലിയ തെറ്റാണ്. സോ നെറ്റ്ഫ്ലിക്സിൽ